ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ചാനലായ ആനന്ദാദിത്യൻ വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യൂ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇടിച്ചക്ക പൊട്ടുവൽ തോരൻ എന്നൊക്കെ പറയും. അതിനാവശ്യമായ സാധനങ്ങൾ: ഇടിച്ചക്ക മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചതും, കടുക്, ഉഴുന്നുപരിപ്പ്, വെളിച്ചെണ്ണ, ഉണക്കമുളക്, കറിവേപ്പിൻ്റെ ഇല, ഇത്രയുമാണ് ഇതിനാവശ്യമായ സാധനങ്ങൾ. ആദ്യം ഗ്യാസ് കത്തിച്ച് ചീനിച്ചട്ടി അടുപ്പിൽ വയ്ക്കുക. ചട്ടി ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കടുക്, ഉഴുന്നുപരിപ്പും ഇടുക. കടുക് പൊട്ടി വരുമ്പോൾ ഉണക്കമുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് നന്നായി ഇളക്കുക. ഇത് മൂത്ത് വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് പോരെങ്കിൽ ചേർത്ത് ഒന്നും കൂടി ഇളക്കിയ ശേഷം ഇതിലേക്ക് ഇടിച്ചക്ക വേവിച്ചത് ചേർത്ത് നന്നായി ഇളക്കുക. കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്യുക. 10 മിനിറ്റ് നന്നായി ഇളക്കിയ ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഇടിച്ചക്ക ചേർത്ത് നന്നായി ഇളക്കാം. ഇടിച്ചക്ക ഇട്ട ശേഷം ബാക്കിയുള്ളത് പറയാം. ഇടിച്ചക്ക ഇട്ട ശേഷം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് ഇഷ്ടമായ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് അഭിപ്രായം അറിയിക്കണം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി കൂട്ടുകാരെ, നിങ്ങൾ ഇടിച്ചക്ക ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച ശേഷം അമ്മിക്കല്ലിലിട്ട് നന്നായി ചതച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. ഇടിച്ചക്ക ഇട്ടു. ഇനി നന്നായി ഇളക്കി മിക്സ് ചെയ്യുക. ഉള്ളിയും കറിവേപ്പിൻ്റെ ഇലയും നല്ല മണം വരുന്നുണ്ട്. എല്ലാവരും മിക്സ് ചെയ്തൊന്ന് നന്നായി എല്ലാവിടേക്കും എത്തണ പാകത്തിൽ ഉള്ളിയും പച്ചമുളകൊക്കെ നന്നായി ഇളക്കുക. യോജിപ്പിച്ച് കയ്യിൽ സ്പൂണും കൊണ്ടൊന്ന് ഉടച്ച് കൊടുത്താൽ നന്നായിരിക്കും. ഞങ്ങൾ ഇതേപോലെയാണ് പാലക്കാട് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അണ്ണൻ എന്താ കറിയാക്കേണ്ടത്? സാമ്പാർ, മീൻപുളി, മോരുകൂട്ടാൻ. സാമ്പാർ കുറച്ച് ഒഴിക്കാം. കൂട്ടാൻ കഷ്ണം ഇവിടെ അല്ലേ? മോരുകൂട്ടാൻ സൈഡിൽ ഒഴിക്കണം. അല്ലെങ്കിൽ ചോറിൻ്റെ മേലെ കൂടെ തന്നെ വെച്ചോ. മോരുകൂട്ടാൻ, മീൻപുളി. ഒഴിക്കട്ടെ. മതി. ഇനി ഉപ്പേരി, ഇടിച്ചക്ക ഉപ്പേരി കഴിക്കണം കേട്ടാ. ബാക്കി വയ്ക്കാൻ പാടില്ല കേട്ടാ. ചോറ് മുഴുവൻ കഴിക്കണം. കുറച്ച് പിന്നെ ഉപ്പേരി. ഉപ്പേരി എങ്ങനെയുണ്ട്? സൂപ്പർ ആയിരുന്നു കേട്ടാ. നെല്ലിക്ക ഉപ്പിലിട്ടത്.
എനിക്ക് തരാൻ മറന്നിട്ടാ. ആ സൂപ്പർ ആയിട്ടാ.